ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2020 പുറത്തിറങ്ങിയ ഒക്ക ചിന്ന വിരമം എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. നമ്മളുടെ ഹീറോയുടെ പേര് ദീപക്, നമ്മളുടെ ഹീറോയിന്റെ പേര് ശ്യാമ. അവള് ഇപ്പോൾ ഗർഭിണിയാണ്. എന്നിട്ട് അവളുടെ അടുത്ത് വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അവനൊരു ബിസിനസ് ഡീലിന് പോവുകയാണ്. ഇപ്പോൾ അവനിങ്ങനെ ഹൈവേയിലൂടെ കാർ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അവന്റെ കാറിൽ കുറെ പണമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബാഗ് നിറച്ചുള്ള ഈ പണം ഒരാളുടെ അടുത്ത് കൊടുത്തു കഴിയുമ്പോഴാണ് ആ ഡീല് കഴിയുന്നത്. അങ്ങനെ ഇവൻ പോകുന്ന സമയത്ത് ഇവന്റെ ഒരു പാർട്ട്ണർ കോൾ ചെയ്തിട്ട്, നിനക്ക് ഇനിയും 6 മണിക്കൂർ മാത്രമേ ഉള്ളൂ, അതിനുള്ളിൽ ഈ ഡീല് തീർത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ നടക്കുകയെന്ന് നിനക്ക് അറിയാലോ എന്ന് പറയുന്നു. ഇതേ സമയത്ത് നമ്മളുടെ ഹീറോയുടെ വീടിന് മുന്നിലായിട്ട് ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. അതായത് ഹീറോയെ ഇപ്പോൾ വിളിച്ച ആ ഒരു പാർട്ട്ണറില്ലേ, അയാള് ഇപ്പോൾ ഹീറോയുടെ വീടിന് മുന്നിൽ നിൽക്കുന്ന ഈ വ്യക്തിയെ കോൾ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഓർഡർ കൊടുത്താൽ മതി, അയാൾ പോയിട്ട് ഹീറോയുടെ വൈഫിനെ കൊന്നുകളയും. അതായത് ഇപ്പൊ ഈ ഡീല് കറക്റ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് നടക്കാതെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഹീറോനെയും പിന്നെ ഹീറോയിന്റെ ഭാര്യയെയും കൊല്ലും എന്നാണ് ഈ പാർട്ട്ണർ പറഞ്ഞിരിക്കുന്നത്. അവിടെ വെച്ച് കേട്ടാ ഇപ്പോൾ നമ്മളുടെ ഹീറോയെ കാണിക്കുന്നു. അവനിങ്ങനെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവള് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട്, എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ നല്ല പേടിയുണ്ട് എന്നൊക്കെ പറയുന്നു. എന്നാൽ അവനപ്പോൾ അവളുടെ അടുത്ത് നീ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അവിടെ വെച്ച് നമ്മളുടെ ഹീറോ ഇപ്പോൾ ഇങ്ങനെ അവരുടെ ഫാമിലി ലൈഫിനെ പറ്റി ആലോചിക്കുന്നതൊക്കെ കാണിക്കുന്നു. അവർ നല്ല സ്നേഹത്തോടു കൂടി ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ആയിട്ട് ഇങ്ങനെ ജീവിച്ചു വരികയായിരുന്നു. എന്നാൽ നമ്മളുടെ ഹീറോയ്ക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് കുറെ പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അവൻ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ഏടാകൂടത്തിൽ ചെന്ന് പെട്ടിട്ടുള്ളതും. അങ്ങനെ ഹീറോ ഇപ്പോൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കാറ് ബ്രേക്ക് ഡൗൺ ആവുകയാണ്. അങ്ങനെ നമ്മളുടെ ഹീറോ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആ പാർട്ട്ണർ പിന്നെയും വിളിച്ചിട്ട്, നീ പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ഡീല് തീർത്തില്ല എന്നുണ്ടെങ്കിൽ അറിയാലോ, നിന്റെ ഭാര്യനെ ഞാൻ കൊന്നു കളയുന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ നമ്മളുടെ ഹീറോ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കറക്റ്റ് അവിടേക്ക് ഒരു വിന്റേജ് കാർ വരുന്നത്. ആ ഒരു കാറിനുള്ളിൽ ഒരു കപ്പിൾ ഉണ്ടായിരുന്നു, രാജുവും കീർത്തിയും. ഇവരാണെങ്കിൽ എന്തൊക്കെയോ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കീർത്തി ഇപ്പോൾ ആ കാറിൽ നിന്നും വഴക്കിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഹീറോ ആ കാറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഹീറോയെ കണ്ടിട്ട് അവള്, സാറിനെ എനിക്ക് നേരത്തെ അറിയാം എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ഹീറോയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഹീറോയ്ക്കാണെങ്കിൽ അവളെ ഇതുവരെ കണ്ടതിന്റെ ഒരു ഓർമ്മ പോലും കിട്ടുന്നില്ല. എന്നിട്ട് ഹീറോ ഇപ്പോൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഹീറോ കാറിനകത്തേക്ക് കയറുകയാണ്. ഇപ്പോൾ കീർത്തിയുടെ അടുത്ത് നമ്മളുടെ ഹീറോ ഇങ്ങനെ നല്ലപോലെ സംസാരിക്കുന്നത് അവന് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി രാജുവും കീർത്തിയും തമ്മിൽ വഴക്കുണ്ടാവാനുള്ള കാരണം തന്നെ പൊസസീവ്നെസ് ആയിരുന്നു. അങ്ങനെയൊക്കെ നമ്മളുടെ ഹീറോ ഇവരുടെ കൂടെ പോവുകയാണ്. ഹീറോ അവരുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തേണ്ടതാണ്, നിങ്ങൾ എന്നെ അവിടെ ഒന്ന് ഇറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോ അവരോടൊപ്പം ഇങ്ങനെ പോകുന്നു. അതിന്റെ ഇടയിലും ഭാര്യ വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ച സമയത്ത് ഹീറോ അവളുടെ അടുത്ത് ചൂടാവുന്നുണ്ട്. കാരണം ഞാനൊരു ആവശ്യത്തിന് പോവല്ലേ, നിന്റെ അടുത്ത് ഞാൻ ഒരു തവണ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോ അവളുടെ അടുത്ത് കുറച്ച് ദേഷ്യപ്പെട്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അങ്ങനെയൊക്കെ ഇവർ മുന്നോട്ട് പോകുന്ന സമയത്ത് രാജുവും കീർത്തിയും തമ്മിൽ വഴക്കുണ്ടാവുകയാണ്. അങ്ങനെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള വഴക്കുണ്ടായതിനു ശേഷം അവള് ദേഷ്യം പിടിച്ചിട്ട് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളുടെ ഹീറോ ഇരിക്കുന്ന പുറകു സീറ്റിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ പുറകു സീറ്റിൽ ഇരുന്ന് ഇവർ യാത്ര ചെയ്യുമ്പോൾ ഇവൻ കുറച്ച് സ്പീഡിലായിരുന്നു കാർ ഓടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ വളവൊക്കെ തിരിയുന്ന സമയത്ത് ഇവള് നമ്മളുടെ ഹീറോയുടെ നേരേക്ക് വന്ന് വീഴുകയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇവന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ഇവൻ വണ്ടി നിർത്തുന്നു. അപ്പോൾ ഹീറോ അവന്റെ അടുത്ത് ചെന്നിട്ട്, നീ ദയവ് ചെയ്ത് വണ്ടി ഒന്ന് എടുക്കൂ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഹീറോയുടെ അടുത്തൊക്കെ ചൂടാവുന്നു. അതിനുശേഷം പിന്നെ ഹീറോ ഒരു വിധത്തിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കി അവൻ നമ്മളുടെ ഹീറോയോട്, എന്നാൽ നിങ്ങൾ വണ്ടി ഓടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് താക്കോല് കൊടുക്കുന്നു. അങ്ങനെ ഹീറോ ഇപ്പോൾ വണ്ടി ഓടിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇവർ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകുന്നു. കുറച്ച് സമയം എത്തിയപ്പോഴേക്കും അവർ തമ്മിലുള്ള പിണക്കമൊക്കെ മാറി ഇപ്പൊ നല്ല രീതിയിൽ നോർമലായിട്ട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് നമ്മളുടെ ഹീറോയെ പിന്നെയും അവന്റെ ഭാര്യ കോൾ ചെയ്യുന്നത്. അങ്ങനെ ഭാര്യ കോൾ ചെയ്ത സമയത്ത് ഹീറോ പഴയ പോലെ തന്നെ ഫോൺ എടുത്ത് ദേഷ്യപ്പെടാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും അവള് പറയുന്നു, എനിക്കാകെ പേടിയാവുന്നു, ഇവിടെ വീട്ടിൽ ആരൊക്കെയോ വന്നിട്ടുണ്ട് എന്ന്. അപ്പോഴേക്കും അവൻ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും വേറെ ആരോ ആ ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഹീറോ ഉടനെ തന്നെ വണ്ടി നിർത്തി അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഫോണിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വ്യക്തി നമ്മളുടെ ഹീറോയുടെ അടുത്ത് പറയുന്നു, നീ പറഞ്ഞ സമയത്തിനുള്ളിൽ ഡീല് ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യനെ ഞങ്ങൾ കൊന്നുകളയും. അപ്പോൾ ഹീറോ അയാളുടെ അടുത്ത് പറയുന്നു, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാനിതാ പൈസ കൊണ്ടു കൊടുക്കാൻ പോവാണ്, പക്ഷെ പോകുന്ന വഴിക്ക് എന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി, ഇപ്പൊ ഞാൻ വേറെ കുറച്ച് പേരുടെ കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്റെ ഭാര്യയെ വെറുതെ വിടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോ ആകെ ഫീൽ ആയിട്ട് കരയുകയാണ്. ഈ സമയത്ത് നമ്മളുടെ ഹീറോ കരയുന്നത് കണ്ടിട്ട് രാജ് നേരെ ഇറങ്ങി വന്നിട്ട് ഹീറോയുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ആദ്യം ഒന്നും പറയാതിരിക്കുന്നു. പിന്നെ ഹീറോ എന്റെ ഭാര്യ പ്രഗ്നന്റ് ആണെന്ന് പറയുന്ന സമയത്ത് അവൻ വിചാരിച്ചു ഇപ്പൊ പ്രഗ്നന്റ് ആയി എന്നുള്ള വിവരം പറഞ്ഞപ്പോൾ നമ്മളുടെ ഹീറോ സന്തോഷം കൊണ്ട് കരഞ്ഞതാണെന്ന് വിചാരിച്ചിട്ട് അവൻ കൺഗ്രാജുലേഷൻ ഒക്കെ പറയുന്നു. എന്നിട്ട് അവൻ ചെന്ന് കീർത്തിയുടെ അടുത്തൊക്കെ പറയുന്നു. അപ്പോൾ കീർത്തിയും നമ്മളുടെ ഹീറോയുടെ അടുത്ത് കൺഗ്രാജുലേഷൻ ഒക്കെ പറയുകയാണ്. എന്നിട്ട് ഹീറോ ഇപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോ അവളെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. നമ്മളുടെ ഹീറോയിനാണെങ്കിൽ എപ്പോഴും ഹീറോയ്ക്ക് നല്ല സപ്പോർട്ടീവ് ആയിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മളുടെ ഹീറോയ്ക്ക് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അങ്ങനെ ഈ ഒരു സമയത്ത് നമ്മളുടെ കീർത്തിക്ക് ഒരു കോൾ വരികയാണ്. അതിനകത്ത് ഒരു
മൂവിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കോളിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൾ ഭയങ്കര സന്തോഷത്തോടു കൂടി അത് രാജിന്റെ അടുത്ത് പറയുന്ന സമയത്ത് രാജ് അവളുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. അവൻ അങ്ങനെ ബിഹേവ് ചെയ്തത് കേട്ടിട്ട് അവൾക്ക് വല്ലാതെ വിഷമമാവുകയാണ്. എന്നിട്ട് അവൾ അവന്റെ അടുത്ത് പറയുന്നു, എനിക്ക് ഇത്രയും കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചത്, എന്നിട്ട് നീ എന്താണ് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിച്ച് അവൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. എന്നിട്ട് അവൾ പറയുന്നു, നിന്നെ പോലെ ഒരുത്തന്റെ കൂടെ ഒന്നും എനിക്ക് ജീവിക്കാൻ കഴിയില്ല, ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തി എടുത്തിട്ട് കൈ മുറിക്കുകയാണ്. ഇവള് വെറുതെ പറഞ്ഞതാണെന്ന് വിചാരിച്ച് ഇവരിയ്ക്കുമ്പോൾ കറക്റ്റ് അവള് കൈ മുറിച്ച് അവിടെ ബോധം കെട്ട് വീണു. അങ്ങനെ രാജിപ്പ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കുറെ രക്തമൊക്കെ പോയി അവളിങ്ങനെ ബോധമില്ലാതെ കിടക്കുകയാണ്. ഉടനെ രാജ് നമ്മളുടെ ഹീറോയുടെ അടുത്ത്, ബ്രോ പെട്ടെന്നൊന്ന് വണ്ടി വിടും, എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയ്ക്ക് ഭയങ്കര ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. അങ്ങനെ ഹീറോ ഇപ്പോൾ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭയങ്കര വേഗത്തിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെയും ആ ഒരു വ്യക്തി കോൾ ചെയ്തിട്ട് ഹീറോയുടെ അടുത്ത്, നിന്റെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, നിന്റെ ഭാര്യയെ ഞങ്ങൾ കൊന്നുകളയും കറക്റ്റ് സമയത്ത് ഡീല് കഴിഞ്ഞില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ ഹീറോ, ഞാനത് കറക്റ്റ് സമയത്ത് ആ ഡീല് തീർത്തോളാം, നിങ്ങൾ എന്റെ ഭാര്യയെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് പിന്നെയും സംസാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഇവർ മുന്നോട്ട് പോകുന്ന സമയത്താണ് കറക്റ്റ് അവിടെ ഒരു പോലീസ് വണ്ടി കണ്ടത്. ഇത് കണ്ടപ്പോഴേക്കും ഇവരാകെ ഷോക്ക് ആവുകയാണ്, കാരണം അവിടെ പോലീസ് ചെക്കിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ വണ്ടിയിൽ ഒന്നാതെ നമ്മളുടെ ഹീറോയുടെ അടുത്ത് പൈസയുണ്ട്, പിന്നെ അതുപോലെ തന്നെ അവളാണെങ്കിൽ കയ്യും മുറിച്ചിങ്ങനെ കിടക്കല്ലേ. അപ്പോൾ അതെങ്ങാനും പോലീസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കേസും കൂടി ഇവന്മാരുടെ തലയിലാവും. അതുകൊണ്ട് ഇവരാകെ ടെൻഷൻ ആവുന്നു. എന്നിട്ട് ഒരു വിധത്തിൽ അവിടെ വണ്ടി നിർത്തി പെട്ടെന്ന് തന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ കാണിച്ച് പെട്ടെന്ന് തന്നെ ഇവർ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. അങ്ങനെ ഇപ്പോൾ പോലീസിന്റെ അടുത്ത് നിന്നൊക്കെ എസ്കേപ്പ് ആയി ഇവരിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് രാജ് പറയുന്നത്, ഹോസ്പിറ്റലിലേക്ക് എത്താൻ എനിക്കൊരു ഷോർട്ട് കട്ട് അറിയാം, ഇതുവഴി വിടുമെന്ന് പറഞ്ഞിട്ട് ഒരു കാട് പോലത്തെ ഒരു വഴിയിലേക്ക് നമ്മളുടെ ഹീറോയോട് വണ്ടി ഓടിക്കാൻ പറയുകയാണ്. അങ്ങനെ ഇവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പോകുന്ന വഴിയൊന്നും ഇവർക്ക് ക്ലിയർ ആവുന്നില്ല, കാരണം മൊത്തം കാടും പിന്നെ മൺവഴിയിലേക്കൊക്കെ ഇപ്പോൾ ഇവർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ കണ്ട ഒരു വ്യക്തിയുടെ അടുത്ത് ഹോസ്പിറ്റലിലേക്കുള്ള വഴി ഏതാണെന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തി പറയുന്നു, നിങ്ങൾ ഈ വഴി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ വേണ്ടി സാധിക്കും, എന്നാൽ നിങ്ങൾ കാറിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ പോലും തിരിച്ചു കിട്ടില്ല. അങ്ങനെയൊക്കെ അയാൾ പറഞ്ഞെങ്കിലും ഇവരതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോയി. അങ്ങനെ ഇവർ മുന്നോട്ട് പോകുന്ന സമയത്താണ് അവിടെ നടു റോഡിലൂടെ ഒരു പെണ്ണിങ്ങനെ നടന്നു പോകുന്നതായിട്ട് ഇവർ കണ്ടത്. അങ്ങനെ ഇപ്പോൾ ഈ നട്ടപ്പാതിരാത്രിക്ക് നടു റോഡിലൂടെ ഒരു പെണ്ണിങ്ങനെ നടന്നു പോകുന്നത് കണ്ടിട്ട് അത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ വണ്ടി നിർത്തിയിട്ട് രാജ് അങ്ങോട്ട് പോയി നോക്കുകയാണ്. അപ്പോൾ രാജിന് ഒറ്റയ്ക്ക് പോകാനൊരു പേടിയായതുകൊണ്ട് നമ്മളുടെ ഹീറോയും വിളിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആ പെണ്ണിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അവിടെ ചെന്നിട്ട് ആ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കുന്ന സമയത്താണ് രണ്ടുപേരും ആകെ ഷോക്ക് ആവുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് മറ്റാരും ആയിരുന്നില്ല, നമ്മളുടെ വണ്ടിയിൽ കിടക്കുന്ന കീർത്തിയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇവർ രണ്ടുപേരും ആകെ ഷോക്ക് ആവുകയാണ്. കീർത്തി മരിച്ചിട്ട് അവളിപ്പോ പ്രേതമായിട്ട് വന്നോന്നൊക്കെ അവർ വിചാരിക്കുന്നു. അങ്ങനെ അവർ വണ്ടിയെടുത്ത് പോകാൻ തുടങ്ങുന്ന സമയത്ത് ആ പെണ്ണിന്റെ പുറകിലായിട്ട് കുറേ അധികം ആത്മാക്കൾ, പ്രേതങ്ങൾ ഇങ്ങനെ വന്നു നിൽക്കുന്നതായിട്ട് ഇവർക്ക് തോന്നുന്നു. അങ്ങനെ ഹീറോ വണ്ടി റിവേഴ്സ് എടുക്കാന്ന് വിചാരിച്ച സമയത്ത് അവിടേക്ക് ഒരു മരം ഒടിഞ്ഞു വീഴുകയാണ്. അപ്പോൾ കറക്റ്റ് നമ്മളുടെ ഹീറോയുടെ വൈഫിന്റെ അടുത്ത് നിന്ന് പിന്നെയും കോൾ വരുന്നു. ഇവിടെ ഇപ്പോൾ ഒരു സൈഡിൽ നമ്മളുടെ ഹീറോയുടെ വൈഫ് ആകെ ജീവിതം പോകുന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്, അതുപോലെ തന്നെ കീർത്തിയും അതേ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. എന്നിട്ട് ഹീറോയൊക്കെ ഇപ്പോൾ ഒരു വിധത്തിൽ ആ മരമൊക്കെ എടുത്തു മാറ്റിയിട്ട് അവർ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഹീറോ അവന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ കീർത്തി ജീവനോട് കൂടി ഉണ്ടോ എന്നൊന്ന് നോക്കാൻ. അങ്ങനെ അവൻ നോക്കുന്ന സമയത്ത് അവളുടെ ജീവൻ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ എങ്ങനെയാണ് അവളുടെ ആത്മാവ് അവിടെ വന്നതെന്നൊക്കെ ഇവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ പല വഴികൾ താണ്ടി ഒരു വിധത്തിൽ ഇവരിപ്പോൾ അവിടെയുള്ള ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. അങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫുകളെല്ലാം നല്ല ഉറക്കമാണ്. പിന്നെ ഒരു വിധത്തിൽ എല്ലാവരെയും വിളിച്ച് എഴുന്നേപ്പിച്ച് അവളെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നു. ഈ സമയത്താണ് മറ്റൊരു കാര്യം നടക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ അവിടെ മറ്റൊരു കാർ ഉണ്ടായിരുന്നു. ആ കാറിൽ നിന്നും ഒരു വ്യക്തി വന്നിട്ട് നമ്മളുടെ ഹീറോയൊക്കെ ട്രാവൽ ചെയ്ത ആ കാറിനുള്ളിൽ നിന്നും ഹീറോ കൊണ്ടുപോകുന്ന ആ പണമടങ്ങിയ ബാഗ് എടുത്തുകൊണ്ട് പോവുകയാണ്. അവിടെ വെച്ച് കേട്ടായി ഇപ്പോൾ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഒരു ബിസിനസ് മാൻ നമ്മളുടെ ഹീറോയുടെ അടുത്ത് ഒരു ബിസിനസ് സംസാരിക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ നമ്മളുടെ ഹീറോയുടെ വൈഫ് ആണെങ്കിൽ, എന്റെ ഹസ്ബൻഡ് എന്തെങ്കിലും ഡിസിഷൻ എടുക്കണമെങ്കിൽ എന്നോടും കൂടി ചോദിച്ചിട്ട് എടുക്കാറുള്ളൂ, അതുകൊണ്ട് എന്റെ മുന്നിൽ വെച്ച് സംസാരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും മുന്നിൽ വെച്ചിട്ട് പുതിയൊരു പ്രൊജക്ട് പരിചയപ്പെടുത്തുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോറിൻ കൺട്രീസിലൊക്കെ അവര് ഫുഡ് പ്രൊഡക്ട്സ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അതിനകത്ത് ഒരു ഡ്രഗും കലർത്തും. അങ്ങനെ ഈ ആളുകൾ ഇത് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അവർ പോലും അറിയാതെ ആളുകൾ ഡ്രഗ് അഡിക്റ്റ് ആവും. അതായത് ഇപ്പോൾ ആളുകൾ ആ ഫുഡ് പ്രൊഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രൊഡക്റ്റ് പിന്നെയും വാങ്ങുന്ന രീതിയിൽ ഒരു അഡിക്ഷനിലോട്ട് പോകും. അപ്പോൾ ഈ ഒരു ബിസിനസ് ഫോറിൻ കൺട്രീസിലൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും കൊണ്ടുവരാം, അതിലൂടെ നമ്മൾക്ക് കുറെ പ്രോഫിറ്റ് ഒക്കെ കിട്ടുമെന്നൊക്കെ അയാൾ ഇപ്പോൾ നമ്മളുടെ ഹീറോയുടെ അടുത്ത് പറയുകയാണ്. എന്നാൽ ഇത് കേട്ട സമയത്ത് തന്നെ നമ്മളുടെ ഹീറോയിനും പറയുന്നുണ്ട്, അങ്ങനെ ആളുകളെ പറ്റിച്ചിട്ട് അവരെ ഇങ്ങനെ ഒരു അഡിക്ഷനിലോട്ട് തള്ളിവിട്ടിട്ട് നമുക്ക് ഒരു പ്രോഫിറ്റും വേണ്ട, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് താല്പര്യമില്ല. ഇപ്പോൾ നമ്മളുടെ ഹീറോയൊക്കെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളുടെ ഹീറോയോട് ഈ ഒരു ബിസിനസ്സുകാരന് വല്ലാത്തൊരു ദേഷ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രസന്റിൽ രാജ് നമ്മളുടെ ഹീറോയുടെ അടുത്ത്, നിങ്ങൾക്ക് അർജന്റ് ആയിട്ട് പോകണമെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ കാർ എടുത്ത് പോയിക്കോളൂ, ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൻ കീർത്തിയെ നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുന്നു. നമ്മളുടെ ഹീറോ ആ വണ്ടിയും എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ നമ്മളുടെ ഹീറോയ്ക്ക് അറിയാതെ
അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടിയിൽ ഇപ്പോൾ ഹീറോയുടെ ആ ഒരു പണം സൂക്ഷിച്ചിട്ടുള്ള ബാഗ് ഇല്ല എന്നുള്ളതാണ്. അത് മറ്റൊരു വ്യക്തി വന്ന് എടുത്തുകൊണ്ട് പോയ കാര്യം നമ്മളുടെ ഹീറോ അറിഞ്ഞിട്ടില്ല. ഹീറോ അതറിയാതെ വണ്ടി എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോൾ നമ്മളുടെ ഹീറോ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു കാര്യം കാണിക്കുന്നത്. കീർത്തി നേരെ വന്നിട്ട് രാജിന്റെ അടുത്ത് വളരെ നോർമലായിട്ട് സംസാരിക്കുന്നു. എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരവിടെ കാട്ടിക്കൂട്ടിയത് മൊത്തം ഒരു ഡ്രാമയായിരുന്നു. ഇവർ രണ്ടുപേരും അവർക്ക് കൊടുത്തിട്ടുള്ള സ്ക്രിപ്റ്റ് വഴി കൃത്യമായിട്ട് അഭിനയിച്ചതാണ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ആരോ കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ രാജ് ആരെയോ കോൾ ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് മാഡം എന്ന് പറയുന്നു. ഇപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് നിന്നും ഒരു ലേഡി കോൾ കട്ട് ചെയ്യുകയാണ്. അപ്പോഴാണ് നമുക്ക് ആ ലേഡിയെ കാണിക്കുന്നത്. ആ ലേഡി മറ്റാരും ആയിരുന്നില്ല, നമ്മളുടെ ഹീറോയിൻ ആണ്. അതായത് ഇത്രയും നേരമായിട്ട് ഈ ഡ്രാമ നടത്തിക്കൊണ്ടിരുന്നത് നമ്മളുടെ ഹീറോയിൻ ആയിരുന്നു. നമ്മളുടെ ഹീറോയെ വിളിച്ചിട്ട് നിന്റെ ഭാര്യയെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതെല്ലാം നമ്മളുടെ ഹീറോയിൻ പറഞ്ഞിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളുടെ ഹീറോയിൻ എന്തിനായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക? ആ ഒരു സംഭവം ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. ഇപ്പോൾ നമ്മളുടെ ഹീറോയിന്റെ കൂടെയുള്ള വ്യക്തി അവളുടെ അടുത്ത് ചോദിക്കുന്നു, മാഡം നമ്മൾ ആദ്യമേ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ആ പൈസയും അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ അദ്ദേഹം ആ ഡീലിനൊന്നും പോവില്ലായിരുന്നല്ലോ. അപ്പോൾ അവൾ പറയുന്നു, അതെ ശരിയാണ്, പൈസ ഇല്ലായിരുന്നെങ്കിൽ അയാള് ആ ഡീല് ഇതാക്കാൻ വേണ്ടി പോവില്ലായിരുന്നു. അതുപോലെ തന്നെ അതിന്റെ പുറകിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് അറിയാതെയും പോകും. പക്ഷെ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള ഈ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, ഈ സ്ക്രിപ്റ്റ് മൂലം അയാളുടെ പൈസ നമ്മളിലേക്ക് എത്തും. ബാഗ് ആ കാറിനുള്ളിൽ തന്നെ ഇരിക്കും. അപ്പോൾ ആ ഒരു ബാഗിൽ പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ ആ ഒരു ഡീലിന് വേണ്ടിയിട്ട് അവരെ മീറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഡീലിന്റെ പുറകിൽ ആരൊക്കെയാണ് ഉള്ളതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അങ്ങനെയൊക്കെ നമ്മളുടെ ഹീറോയിൻ ഇപ്പോൾ പറയുകയാണ്. സത്യത്തിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രഗ് ഡീലിന്റെ ബിസിനസ് ഒരു വ്യക്തി വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് വേണ്ടാന്ന് നമ്മളുടെ ഹീറോയും ഹീറോയിനും പറഞ്ഞു വന്നിരുന്നു. പക്ഷെ നമ്മളുടെ ഹീറോ അവൾ അറിയാതെ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു. എന്നിട്ട് നമ്മളുടെ ഹീറോയിന്റെ കയ്യിലുള്ള സ്വർണവും കാര്യങ്ങളും ഒക്കെ വിറ്റിട്ട് വേണം ഇവന് അതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു കാര്യം അവൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനായിട്ട് വന്നിട്ട് പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ഹീറോയിൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എന്നാൽ നമ്മളുടെ ഹീറോ അവസാനം വരെ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മളുടെ ഹീറോയിൻ ആണെങ്കിൽ നമ്മളുടെ ഫാമിലി നന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ളവരെ ദ്രോഹിക്കുന്ന ഈ ഒരു ബിസിനസ് ഒന്നും വേണ്ട എന്നുള്ള മൈൻഡ് സെറ്റ് തന്നെയാണ്. എന്നാൽ നമ്മളുടെ ഹീറോയ്ക്കാണെങ്കിൽ ഈ കാര്യമൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഹീറോയ്ക്ക് ഒരു റിയലൈസേഷൻ കൊണ്ടുവരണം, അവൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അവനെ മനസ്സിലാക്കിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അവൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ശരിക്കും നമ്മളുടെ ഹീറോ ഈ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഓരോ ഹാഫ് ആൻ അവറിലും ബിസിനസ് പാർട്ട്ണർ വിളിച്ച് പേടിപ്പിക്കുന്നത് പോലെ നമ്മളുടെ ഹീറോയിൻ പറഞ്ഞിട്ട് അവളുടെ ഫ്രണ്ട് ആയിരുന്നു ഇങ്ങനെ അവനെ വിളിച്ച് പേടിപ്പിച്ചുകൊണ്ടിരുന്നത്. അതും വിശ്വസിച്ച് നമ്മളുടെ ഹീറോ ഭയങ്കര പ്രഷറിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവുകയായിരുന്നു. നമ്മളുടെ ഹീറോയിൻ എന്തിനാണ് അവന് ഇത്ര പ്രഷർ കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ തവണ നമ്മളുടെ ഹീറോയുടെ മൈൻഡ് ഡൈവേർട്ട് ആവുന്ന സമയത്തും കീർത്തി നമ്മളുടെ ഹീറോയുടെ ബാഗിലുള്ള പൈസ മുഴുവൻ എടുത്ത് അവളുടെ ബാഗിലേക്ക് വെച്ചിട്ട് ഹീറോയുടെ ബാഗിൽ കുറെ ന്യൂസ് പേപ്പർ ഒക്കെ നിറച്ചു വെക്കുകയായിരുന്നു. നമ്മളുടെ ഹീറോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസ് ഓഫീസർ വഴിയിൽ വന്നതും പിന്നെ അതുപോലെ തന്നെ ആ പ്രേതമൊക്കെ വന്നതും ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആയിരുന്നു. ഇതെല്ലാം നമ്മളുടെ ഹീറോയുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഈ ഡൈവേർട്ട് ആയ സമയമെല്ലാം യൂസ് ചെയ്തിട്ട് കീർത്തി ആ മുഴുവൻ പണവും അവളുടെ ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളുടെ ഹീറോ ആ ന്യൂസ് പേപ്പർ ഉള്ള ബാഗും എടുത്തിട്ട് ഡീല് തീർക്കാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ്. നമ്മളുടെ ഹീറോയിൻ ഇപ്പോൾ എന്താണ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോ ആ ഡീല് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്ത് അവിടെ പോലീസ് ഓഫീസേഴ്സ് ഒളിച്ചിരിപ്പുണ്ട്. സോ ആ ഡീലിങ്ങിന് വരുന്ന എല്ലാവരെയും കയ്യോടെ പിടിക്കണം എന്നതായിരുന്നു ഇവരുടെ പ്ലാൻ. അങ്ങനെ ഹീറോ ഇപ്പോൾ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ആ സ്ഥലത്തേക്ക് എത്തുകയാണ്. എന്നിട്ട് ഹീറോ ഇപ്പോൾ തന്നെ വിരട്ടിക്കൊണ്ടിരുന്ന ആ ഒരു വ്യക്തിയെ കോൾ ചെയ്തിട്ട് താൻ അവിടെ എത്തി എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ അയാൾ നമ്മളുടെ ഹീറോയുടെ അടുത്ത് ബാഗ് എടുത്തിട്ട് അവിടെ തൊട്ടടുത്തുള്ള ഒരു കടയിലേക്ക് പോകാൻ പറയുന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടെ നിൽക്കുന്ന ആളുടെ അടുത്ത് ഒരു സീക്രട്ട് കോഡിൽ സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീറോ അതേപോലെ തന്നെ ചെന്നിട്ട് സംസാരിക്കുന്നു. ആ ഒരു വ്യക്തി അപ്പോൾ ആ പൗഡർ ഉള്ള ബാഗ് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളുടെ ഹീറോയെ കാണിക്കുകയാണ്. എന്നിട്ട് ആ പൗഡർ എടുത്ത് വെച്ചിട്ട് അയാൾ ഇപ്പോൾ നമ്മളുടെ ഹീറോയുടെ ബാഗ് തുറന്ന് നോക്കുന്ന സമയത്ത് അതിനകത്ത് പൈസയൊന്നുമില്ല, വെറും ന്യൂസ് പേപ്പർ മാത്രമായിരുന്നു. അപ്പോൾ നമ്മളുടെ ഹീറോ ചീറ്റ് ചെയ്തല്ലോ എന്നും പറഞ്ഞ് അവരെല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡീലിന് വന്നവര് നമ്മളുടെ ഹീറോയുടെ നേരെ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഹീറോയുടെ കൈക്കിട്ടും ഒരു വെടി കൊള്ളുകയാണ്. അതേ സമയത്ത് പോലീസിന്റെ ടീമും ഇപ്പോൾ തിരിച്ച് വെടിവെക്കാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ ഇപ്പോൾ അങ്ങോട്ടും അങ്ങോട്ടും ഭയങ്കര വെടിവെപ്പാവുന്നു. നമ്മളുടെ ഹീറോ പോയിട്ട് ഒരു സ്ഥലത്ത് ഒളിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ വെടിവെപ്പിൽ കുറെ പേരൊക്കെ മരിച്ചു വീഴുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മളുടെ ഹീറോയെ ഒരു പോലീസ് ഓഫീസർ അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മളുടെ ഹീറോയിൻ ആണെങ്കിൽ ആദ്യമേ ഇങ്ങനെയുള്ള ആപത്തൊക്കെ വരും എന്ന് അറിയായിരുന്നു. അവളതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ ഇപ്പോൾ ഈ ഒരു ഡീല് നടക്കാതായ സമയത്ത്
സമയത്ത് നമ്മളുടെ ഹീറോയിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ ബിസിനസ് ഓണർ ഓർഡർ ഇടുന്നു. അങ്ങനെ ഇപ്പോൾ അവിടെ പുറത്തു നിന്നൊരു വ്യക്തി നമ്മളുടെ ഹീറോയിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറുകയാണ്. എന്നാൽ നമ്മളുടെ ഹീറോയിന്റെ കൂടെ ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവളുടെ ആളുകൾ ഇപ്പോൾ അയാളെ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. അതായത് നമ്മളുടെ ഹീറോയിന്റെ വീടിന് പുറത്തായിട്ട് ഒരു വ്യക്തി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ശരിക്കും സത്യമായിരുന്നു. എന്നാൽ വീടിനകത്തൊരാൾ കയറിയിട്ട് വരട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഹസ്ബൻഡിനെ വിളിച്ചിട്ട്, അത് സ്ക്രിപ്റ്റഡ് ആയിരുന്നു. അവിടെ വെച്ച് കട്ടായി ഇപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മളുടെ ഹീറോ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് അവൾ അവന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, ഇതെല്ലാം എന്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു, ഇതെല്ലാം നിനക്കൊരു റിയലൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മളുടെ ഫാമിലി നന്നായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്ന നീ മറ്റുള്ളവരുടെ ഫാമിലിക്ക് ദോഷമാകുന്ന കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? നീ എന്തിനാണ് മറ്റുള്ളവർക്ക് ഒരു ന്യായം നമുക്കൊരു ന്യായം അങ്ങനെ നോക്കുന്നത്? അതുകൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്തത്. അതുമാത്രമല്ല ഇവരെല്ലാവരും മോശമായിട്ടുള്ള ആളുകളാണ്, ഇവരെ പോലീസിന് പിടിച്ചു കൊടുക്കണം എന്നും എനിക്കുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇപ്പോൾ ഉപയോഗപ്പെടുത്തിയത്, നീ എന്നോട് ക്ഷമിക്കൂ. എന്നിട്ട് ഹീറോയിൻ ഇപ്പോൾ അവന്റെ അടുത്ത് ചോദിക്കുന്നു, ഇനി നീ ഇങ്ങനത്തെ തെറ്റ് വല്ലതും ചെയ്യുമോ എന്ന്. അപ്പോൾ അവൻ ഇനി ഒരിക്കലും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് അവന്റെ കുട്ടിയെ വെച്ച് സത്യം ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പോൾ ഓക്കെ ശരി, ഇവിടെ സ്റ്റേഷനിലെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് നീ പുറത്തു വരൂ, ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോഴാണ് മറ്റൊരു കാര്യം റിവീൽ ആവുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹീറോ എന്തുകൊണ്ടാണ് ഈ ഒരു ഡീലിന് ഓക്കെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഹീറോ ആ ഒരു ഡീൽ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അവര് മറ്റൊരു വ്യക്തിയുടെ അടുത്ത് ഈ ഡീല് പറഞ്ഞു ചെല്ലും. അങ്ങനെ ആ ഒരു വ്യക്തി ഈ ഡീൽ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ ഇവര് എല്ലാ ഫുഡ് പ്രൊഡക്റ്റിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യും. ചിലപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ് പ്രൊഡക്റ്റിൽ വരെ അവർ ഈ ഡ്രഗ് മിക്സ് ചെയ്യും. അത് വലിയൊരു പ്രശ്നങ്ങളിലോട്ട് നയിക്കും. അപ്പോൾ അതുകൊണ്ട് അവരെ മുഴുവനായിട്ട് നശിപ്പിക്കണം എന്നുള്ളൊരു ബോധ്യം കൊണ്ട് ഹീറോയും പോലീസുകാരും ചേർന്നിട്ട് അവരുടെ ടൈപ്പിലാണ് ഹീറോ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരെ വേരോടെ പിഴുതെറിയണം എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഹീറോ ആ ഒരു ഡീലിന് സമ്മതിച്ചതായിട്ടൊക്കെ ഡ്രാമ കളിച്ചത്. അതിനു വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവളുടെ ആഭരണങ്ങളൊക്കെ ഹീറോ വിറ്റിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ശരിക്കും സംഭവിച്ചിട്ടുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് രണ്ടുപേരും ഡിഫറെന്റ് ആയിട്ടുള്ള പാത്ത് ചൂസ് ചെയ്തിരിക്കുകയായിരുന്നു. അത് രണ്ടുപേർക്കും പരസ്പരം അറിയുകയുമില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഹീറോയിന്റെ മുന്നിൽ വെച്ചിട്ട് പോലീസുകാരൻ ഈ കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുകയാണ്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണെന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ അവരെ പറഞ്ഞു വിടുന്നു. നമ്മളുടെ ഹീറോ പോലീസുകാരുമായിട്ടുള്ള ടൈപ്പിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹീറോയുടെ മേലെ യാതൊരു കുറ്റങ്ങളുമില്ല. സോ അത്തരത്തിലൊരു ഹാപ്പി എൻഡിങ്ങോട് കൂടി ഈ മൂവി അവസാനിക്കുകയാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള മൂവീസ് വീണ്ടും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.